ശ്രുതിയെ ചതിച്ച് നീലിമ കൊണ്ടുപോയ പൈസ പലിശ സഹിതം ശ്രുതി തിരികെ വാങ്ങിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. അങ്ങനെ നീലിമ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് എത്തുകയാണ്. നാട്ടില് പ്രോപ്പർട്ടി വാങ്ങിയത് രജിസ്റ്റർ ചെയ്യാനായിരിക്കും നീലിമ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് എത്തിയിരിക്കുക. എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് സച്ചി ആയിരിക്കും. അങ്ങനെ സച്ചിയുടെ വണ്ടിയിലാണ് എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് എത്തുന്നത്. എന്നാ ഈ സമയത്ത് സച്ചിക്കറിയില്ല അച്ഛന്റെ പൈസ കൊണ്ടുപോയ നീലിമയാണ് വണ്ടിയിൽ ഇരിക്കുന്നതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ സച്ചി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. 5 ദിവസത്തെ ലീവിനായിരിക്കും നീലിമ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത്. ശ്രുതിയാണെങ്കിൽ ചന്ദ്ര ഇടയ്ക്കിടയ്ക്ക് ശ്രുതിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി കൊടുക്കണം, ശ്രുതി നീ അച്ഛന്റെ അടുത്ത് പൈസ ചോദിക്കുക എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ടായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനിലായിരിക്കും ശ്രുതി നിൽക്കുന്നത്. എന്നാ ശ്രുതിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നീലിമ പൈസ തിരികെ തരുവാണെങ്കിൽ എന്തായാലും ശ്രുതിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള പൈസയുണ്ട് എന്ന് കരുതി നീലിമയെ അന്വേഷിക്കാനായിട്ട് നീലിമ കാനഡയിലോട്ട് പോയ അതേ ട്രാവൽസിൽ പോയി അന്വേഷിക്കുകയാണ്. ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ട്രാവൽസിലുള്ളവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ റൂൾസിനെതിരാണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ തരില്ല. അയ്യോ അങ്ങനെ പറയരുത്, നീലിമ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നമ്പർ പോയ കാരണാ ഇങ്ങനെ അന്വേഷിക്കേണ്ടി വന്നത്. നീലിമയുടെ അമ്മമ്മ മരിച്ചിരിക്കുക, വിവരം അറിയിക്കാനായിരുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോഴും ട്രാവൽസ് എന്ന് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ നിരാശയോടെ ശ്രുതിയും അവിടെ നിന്ന് പോരുന്നുണ്ട്. എങ്ങനെയെങ്കിലും നീലിമയെ കണ്ടെത്തി പൈസ തിരികെ വാങ്ങിക്കണം, ഇതായിരിക്കും ശ്രുതിയുടെ ലക്ഷ്യം. ചന്ദ്രയുടെ വായടപ്പിക്കണമെങ്കിൽ ഇപ്പൊ കുറച്ച് പൈസ വേണമെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ശ്രുതി അന്വേഷിക്കുന്നുണ്ട്. പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ട്രാവൽസിലോട്ട് പോയി ടിക്കറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെയുള്ള ലേഡി പറയുന്നുണ്ട്, മാഡത്തിനെ അന്വേഷിച്ച് 2 ആൾക്കാർ വന്നിരുന്നു, ഒരാണും പെണ്ണുമാണ് വന്നത്. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവാണ് സുധിയാണെന്ന്. സുധിയോ, എൻ്റെ ഡീറ്റെയിൽസ് വല്ലതും നീ കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മാഡം, ഞങ്ങളുടെ റൂൾസിനെതിരാണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിലും ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കാറുമില്ല. അല്ല, കൂടെ ആരാ ഉണ്ടായിരുന്നത്? അത് അയാളുടെ ഭാര്യ. അപ്പൊ അവൻ കല്യാണം കഴിച്ചു എന്നൊക്കെ നീലിമ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇനി വരുമ്പോ ഡീറ്റെയിൽസ് ഒന്നും പറയരുത് എന്നും പറഞ്ഞ് നീലിമ അവിടെ നിന്ന് പോവാണ്. എന്നാ എല്ലാ ദിവസവും സച്ചി തന്നെയായിരിക്കും നീലിമയ്ക്ക് പോവേണ്ട കാര്യങ്ങൾക്കെല്ലാം വരുന്നത് കാറുമായിട്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് പോകുന്നതിന്റെ തലേ ദിവസം നീലിമ സച്ചിയുടെ വണ്ടി വിളിച്ച് ബ്യൂട്ടി പാർലറിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സച്ചി തന്നെയാണ് പറയുന്നത്, എൻ്റെ അറിവില് ഇവിടെ നല്ലൊരു പാർലർ ഉണ്ട്, നല്ല കച്ചവടമൊക്കെ നടക്കുന്ന പാർലറാ, വലിയ VIP ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ആരാണെന്നൊന്നും സച്ചി പറയുന്നില്ല. അങ്ങനെ ശ്രുതിയുടെ പാർലറിന്റെ ഫ്രണ്ടില് നീലിമയെ കൊണ്ടുപോയി ഇറക്കുകയാണ്. അങ്ങനെ നീലിമ പാർലറിലോട്ട് കയറുന്നു. എന്നാ ശ്രുതിയുടെ പാർലർ ആണെന്ന് നീലിമയ്ക്ക് അറിയില്ല, ശ്രുതി ആരാണെന്ന് പോലും നീലിമയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഉള്ളിലോട്ട് കയറി മാഡത്തിന് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് ശ്രുതിക്ക് ആളെ മനസ്സിലാവില്ല. പിന്നീടാണെങ്കിൽ ശ്രുതി ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ചെറിയൊരു സംശയം ശ്രുതിക്ക് തോന്നുകയാണ്. അങ്ങനെ നീലിമയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മാഡം നാട്ടിലല്ലേ, എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കാനഡയിലാണ്, നാളെ തിരികെ പോകണം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നീലിമ പറയുന്നുണ്ട്. പേരടക്കം ശ്രുതിയോട് പറയാണ്. അങ്ങനെ ശ്രുതി ഉറപ്പിക്കുകയാണ് നീലിമ തന്നെയാണെന്ന്. മാഡത്തിന് എന്ത് ഫേഷ്യലാണ് ചെയ്യേണ്ടത്? അത് ഏറ്റവും നല്ല ഫേഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ നീലിമ പറയാണ്. മാഡം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ശ്രുതി പുറത്തോട്ട് പോവാണ്. എന്നിട്ട് നേരെ വിളിക്കുന്നത് സുധിയെ ആയിരിക്കും. സുധി, ഞാൻ വിളിച്ചതേ എൻ്റെ പാർലറിലോട്ട് നീലിമ വന്നിട്ടുണ്ട്. നീലിമയോ? വന്നിട്ടുണ്ട്, നീ വേഗം ഇങ്ങോട്ട് വാ. നീ വരുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു വരണം, അവരെ കൂട്ടി വേണം വരാനെന്നും പറഞ്ഞ് ശ്രുതി വേഗം ഫോൺ കട്ട് ചെയ്യാണ്. അവര് വരുന്നത് വരെ നീലിമയെ ഇവിടെ പിടിച്ചിരുത്തണം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് നീലിമയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറെ സമയം എടുപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം സുധി വരുന്നുണ്ട്. സുധി ഇങ്ങനെ നീലിമയുടെ ബാക്കിൽ നിൽക്കുമായിരിക്കും. നീലിമ ഗ്ലാസ്സിലൂടെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പേടിച്ച് എഴുന്നേക്കാണ്. നീ എന്താടി കരുതിയേ, എന്നേക്കുമായിട്ട് നീ എൻ്റെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്കാമെന്നോ? ദൈവം നിന്നെ എൻ്റെ കൺമുന്നിൽ കൊണ്ട് നിർത്തി. ഇയാളാരാ, എനിക്ക് ഇയാളെ മനസ്സിലായില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ പോവാണെന്നും പറഞ്ഞ് ബാഗ് എടുക്കാൻ നേരത്ത് വേഗം തന്നെ ശ്രുതി കത്തിരി എടുത്തങ്ങ് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരടി അനങ്ങിയാ ഞാൻ കുത്തും, നോക്കിക്കോ എന്ന് ശ്രുതി പറയാണ്. നീ ആരാ, ഇതൊക്കെ പറയാൻ നീ ആരാ എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവളെന്റെ ഭാര്യയാണെന്ന്. ഇത് കേട്ട് നീലിമയൊന്ന് ഞെട്ടുന്നുണ്ട്. കുടുങ്ങിയെന്ന് നീലിമയ്ക്ക് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാരും വരുന്നുണ്ട്.
പോലീസുകാരെ കാണുമ്പോൾ നീലിമ പറയുന്നുണ്ട്, സർ ഇവരെന്നെ വെറുതെ ഇവിടെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക, ഭീഷണിപ്പെടുത്തി എന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനാ ഇവരുടെ പ്ലാനൊക്കെ പറയാണ്. അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട്, നീ നീലിമയല്ലേ, നിന്റെ പേരിൽ ഇവിടെ കംപ്ലൈന്റ് ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ, എന്തായാലും നിന്നെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞ് നീലിമയായിട്ട് പോലീസുകാരങ്ങ് പോവാണ്. നീലിമ വേഗം തന്നെ അഡ്വക്കേറ്റിനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം കാര്യങ്ങളെല്ലാം പോലീസുകാർ ചോദിക്കുന്നുണ്ട്. നീ ഇയാളുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത് പോയതല്ലേ? സർ, ഞാൻ തട്ടിയെടുത്തൊന്നുമല്ല, ഞാനിവനും ലിവിങ് ടുഗദർ ആയിരുന്നു. അങ്ങനെ ഇവൻ എൻ്റെ കൂടെ താമസിച്ചതിന് എനിക്ക് തന്ന പ്രതിഫലമായിട്ടാ ഞാൻ ആ പൈസയായിട്ട് പോയത്. പച്ചക്കള്ള, ഞാൻ കൊടുത്ത പൈസ ഒന്നുമല്ല സർ, എൻ്റെ കയ്യിൽ നിന്ന് ഇവള് വാങ്ങിക്കൊണ്ട് പോയതാ, ഇവളെന്നെ ചതിച്ചു പോയതാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അല്ല, നിനക്കെങ്ങനെയാ പൈസ ഉണ്ടായത്? നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ? അതും ഇതേപോലൊരു മോഷണം തന്നെയല്ലേ? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. എന്തായാലും സുധിയുടെ കംപ്ലൈന്റ് തന്നിട്ടുണ്ട് നിന്റെ പേരിൽ. സർ, എനിക്കെന്റെ പൈസ തിരികെ വേണം എന്ന് സുധി പറയാണ്. അങ്ങനെ തിരികെ കൊടുക്കാനൊന്നും പറ്റില്ല സർ, എൻ്റെ അഡ്വക്കേറ്റ് ഇപ്പോൾ വരും, എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ നീലിമയുടെ വക്കീല് വരുന്നുണ്ട്. എന്താ സർ, എന്തിനാ നീലിമയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ വക്കീല് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാണ്. സർ, എനിക്കെന്തായാലും നാളെ തന്നെ കാനഡയിലോട്ട് തിരിച്ചു പോകാനുള്ളതാ. ഞാനൊരു സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാ നാട്ടിലോട്ട് വന്നത്. എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകണം. എങ്ങനെ നോക്കിയാലും ഇവരുടെ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാ. അതിന്റെ കാര്യത്തിൽ തീരുമാനാവാതെ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ പിന്നീട് നീലിമ പറയുന്നുണ്ട്, അത് പിന്നെ കൊടുക്കാനുള്ള പൈസ ഞാൻ തിരികെ കൊടുക്കാം. പെട്ടെന്ന് ഇത്രയും വലിയ തുക പറഞ്ഞാ എങ്ങനെയാ അത് ശരിയാവുന്നേ? എന്തായാലും ഞാൻ തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞോലോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, പറ്റില്ല സാർ, ഇവള് പറയുന്നത് ഇവളൊരു സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേന്ന്. ഇനിയിപ്പോ നാളെ കാനഡയിലോട്ട് പോയാ ഇനി ഒരിക്കലും ഇവള് നാട്ടിലോട്ട് വരില്ല. പിന്നെ ഞങ്ങളുടെ കട എങ്ങനെയാ അവള് വീട്ടാ? അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഫുൾ പൈസയും തരണം. സാർ, ഞാൻ പറഞ്ഞോലോ എനിക്ക് മുഴുവൻ പൈസ തരാൻ പറ്റില്ല എന്ന്. എന്നാ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം, ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവാം. ഇത് കേൾക്കുമ്പോൾ വക്കീല് പുറത്തോട്ട് വിളിക്കുകയാണ് നീലിമയെ. സാർ, ഞങ്ങളൊന്ന് സംസാരിച്ച് വരാമെന്നും പറഞ്ഞ് നീലിമ പുറത്തോട്ട് വരികയാണ്. ഈ സമയത്ത് വക്കീല് പറയുന്നുണ്ട്, നീ എന്ത് മണ്ടത്തരങ്ങളാ പറഞ്ഞത്? എല്ലാ ഡീറ്റെയിൽസും അവരുടെ അടുത്ത് പറഞ്ഞു, നാളെ കാനഡയിൽ പോകുന്ന കാര്യം വരെ പറഞ്ഞു. എന്തായാലും അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ ആ പെണ്ണ് നല്ല ബുദ്ധിമതിയാ, അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിൽ നിന്ന് അവള് പൈസ വാങ്ങിക്കും. മുഴുവൻ പൈസ കൊടുത്തില്ലെങ്കിലും എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുന്നതാ നല്ലത് എന്ന് വക്കീല് പറയാണ്. അങ്ങനെ നീലിമയും സമ്മതിക്കുകയാണ്. ഇങ്ങനെ പോയി പറയുന്നുണ്ട്, പകുതി പൈസ ഞാൻ തരാം, മുഴുവനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി സമ്മതിക്കുന്നില്ല. എന്തായാലും മുഴുവൻ പൈസയും എനിക്ക് തിരികെ തരണമെന്ന് പറയാണ്. ശ്രുതിയും കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നീലിമയ്ക്ക് കാനഡയിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നീലിമ അതിന് വഴങ്ങുന്നുണ്ട്. അങ്ങനെ മുഴുവൻ പൈസയും തരാ എന്ന് പോലീസ് സ്റ്റേഷനിൽ പറയാണ്. ഇപ്പം തന്നെ വേണം എന്ന് പറയുന്നു. അങ്ങനെ ഓൺ ദി സ്പോട്ടിൽ പൈസ റെഡിയാക്കുകയാണ് നീലിമ. ഈ സമയത്ത് ശ്രുതി ഒരു കാര്യം പറയുന്നുണ്ട്, ഏതായാലും മുഴുവൻ പൈസ തരികയാണ്. ഇത്രയും നാളും ഇത്രയും വലിയ തുക നിന്റെ കയ്യിൽ ഇരുന്നതല്ലേ, അതിന്റെ പലിശയായിട്ട് 5 ലക്ഷം രൂപ കൂടുതൽ വേണമെന്ന് നമ്മുടെ ശ്രുതി ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, അത് ശരിയാ, ഇത്രയും വലിയ തുക നിന്റെ കയ്യിൽ ഇരുന്നതാ, അതുകൊണ്ട് തന്നെ ആ പലിശയടക്കം തിരികെ കൊടുക്കാനായിട്ട് നീലിമയോട് പറയാണ്. സമ്മതിക്കാത്ത നീലിമയ്ക്ക് ഒരു വഴിയും കാണില്ല. മുഴുവൻ പൈസയും ശ്രുതിക്കും കൊടുക്കുകയാണ്. പൈസ കൊടുക്കുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, ഈ പൈസ കൊണ്ട് നിനക്ക് ഒന്നിനും മുതലാവില്ല എന്നൊക്കെ പറഞ്ഞ് ശപിച്ചായിരിക്കും നീലിമ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും കിട്ടാനുള്ള 50 ലക്ഷം രൂപ ശ്രുതിക്ക് തിരികെ കിട്ടുകയാണ്. ശ്രുതിക്ക് എന്തായാലും കാനഡയിലോട്ട് തന്നെ ജോലിക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതിനായിട്ട് പൈസ കൊടുക്കണമെന്ന് കരുതിയിട്ടായിരിക്കും ശ്രുതി നിൽക്കുന്നത്. പൈസ അടയ്ക്കാനായിട്ട് ശ്രുതിയും ട്രാവൽസിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും ആ ജോലി പൈസ അടിച്ച് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ ആകെ സങ്കടത്തിലായിരിക്കും ശ്രുതി നിൽക്കുന്നത്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു ബിസിനസ് തുടങ്ങണമെന്ന്, നീ അത് തന്നെ തുടങ്ങ് എന്നാണ് ശ്രുതി പറയുന്നത്. എന്നാലും അച്ഛന് ഈ പൈസ തിരികെ കൊടുക്കണ്ടേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട, കൊടുക്കണ്ട. ഇപ്പൊ നീലിമ തന്നു എന്ന് പറഞ്ഞ് ഈ പൈസ തിരികെ കൊടുത്താ നിനക്ക് എന്താ കിട്ടുക? നിനക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? അപ്പൊ ഇത്രയും വലിയ തുക എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാ എന്താ പറയാ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്റെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ശ്രുതിക്കും കാര്യമായല്ലോ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്.